നമസ്കാരം. ഞാൻ KU ഷാജി ശർമ്മ. നമുക്ക് ഒന്ന് രണ്ട് ഫോട്ടോകൾ ആദ്യം കാണാം, എന്നിട്ട് നമുക്കതിലേക്ക് വരാം. കണ്ടില്ലേ, നമ്മുടെ കേരളത്തിൽ വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കുന്നതിന് വേണ്ടി പ്രധാനമന്ത്രി എത്തുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നോടിയായി അതിൻ്റെ സുരക്ഷാ കാര്യങ്ങളും അതിൻ്റെ മറ്റു വ്യവസ്ഥകളുമൊക്കെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഉയർന്ന ഉദ്യോഗസ്ഥ തലത്തിൽ നടന്ന യോഗവും അതിൻ്റെ വിലയിരുത്തലുമാണ് നമ്മൾ കണ്ടത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ. നോക്കൂ, ഇവിടുത്തെ ആളുകൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് 140 MLA-മാരെയും ആ MLA-മാരിൽ മഹാഭൂരിപക്ഷം വരുന്ന MLA-മാർ അവരുടെ പാർട്ടി ലീഡറായി തിരഞ്ഞെടുത്ത ആളാണ് സഖാവ് പിണറായി വിജയൻ. പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ അത് വിലയിരുത്താൻ ബാധ്യസ്ഥനാണ്, പോകണം, ഒരു സംശയമില്ല. പക്ഷെ പിണറായി വിജയൻ്റെ ഭാര്യയെ നമ്മൾ തിരഞ്ഞെടുത്തിട്ടില്ല. പിണറായി വിജയൻ്റെ മകൾ അഴിമതിയുടെ അങ്ങേയറ്റമായി എക്സാലോജിക് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ അഴിമതിയിൽപ്പെട്ട് ഇന്ന് കേന്ദ്ര സർക്കാർ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളൊരു പ്രതി കൂടിയാണ് വീണ വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ മകള് കൂടാതെ പേരക്കുട്ടി, മകളുടെ കുട്ടി, അവരാണ് ആ ഉന്നതതല യോഗത്തിൽ ഇരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മാത്രമല്ല, ഇത് കേരളത്തിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളായിരുന്നു ഇങ്ങനെ പോയിരുന്നുവെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റുകാർ എന്തൊക്കെ പറയുമായിരുന്നു? ഇവിടുത്തെ സഖാക്കന്മാർ, കുട്ടി സഖാക്കന്മാർ, DYFIക്കാർ പന്തംകുളത്തിൽ പ്രകടനം നടത്തിയായിരുന്നു, ബസ് കത്തിച്ചായിരുന്നു, എന്തൊക്കെ പുകിലിവിടെ ഉണ്ടാക്കും. അപ്പോൾ അവരുടെ നേതാവ് ചെയ്യുമ്പോൾ അവർക്കൊന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണഭൂതൻ എന്ത് ചെയ്താലും അതിനൊരു പ്രശ്നമില്ല എന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് കേരളത്തിൽ പിണറായിസത്തിലേക്ക് മാറിയിരിക്കുന്നു എന്നതിന് ചുരുക്കം. അതെന്തോ ആവട്ടെ, അതൊന്നും ഞങ്ങളുടെ പ്രശ്നമല്ല. പക്ഷേ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, ഞാനുൾപ്പെടെ ഞങ്ങളെല്ലാവരും നികുതി അടയ്ക്കുന്ന പണത്തിൽ നിന്നാണ് താങ്കളുടെ ഭാര്യയെയും മക്കളെയും പേരക്കുട്ടികളെയും ഒക്കെ ഈ ടൂർ കൊണ്ടുപോകുന്നതെന്ന് ചിന്തിക്കണം. AKG സെൻറ്ററിൽ നിന്നല്ല താങ്കൾക്ക് ഈ ചെലവ് തരുന്നത്, ഞങ്ങളുടെ നികുതി പണമാണ്. അപ്പോൾ പൊതുജനങ്ങളുടെ നികുതി പണം ഇങ്ങനെ തോന്നിയ പോലെ കൈകാര്യം ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഇത് നിങ്ങളുടെ ധാർഷ്ട്യമാണ്. ഈ അധികാരത്തിൻ്റെ ഹുങ്ക് അധികം കാലം ഉണ്ടാകില്ല. അതിവിടുത്തെ പൊതുജനവും മനസ്സിലാക്കട്ടെ എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ. നമസ്തേ.